ഹലോ ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ഉച്ചനേരം ആശംസിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നൊരു നേരമാണ്. കുറേ പേർ ഭക്ഷണം കഴിച്ചു കാണും. എന്തായാലും നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. ടു ട്രാവൽ മീൻസ് ടു ലിവ് എന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് യാത്രകൾ. അത് നമ്മെ തിരിച്ചറിയാനും പുതിയ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു നൽകാനും സഹായിക്കും. മാത്രമല്ല, നമ്മൾ എന്താണ് നമുക്ക് തന്നെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു പുത്തനുണർവുണ്ട്. അപ്പോൾ അതിനൊക്കെ യാത്രകൾ സഹായിക്കാറുണ്ട്. അങ്ങനെ യാത്ര തേടി പോകുമ്പോൾ ഓരോ ലക്ഷ്യസ്ഥാനങ്ങൾ തേടി പോകുമ്പോൾ അതിലൊക്കെ ഇതുകൂടി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. ഓരോ ദിവസവും പുതിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പുതിയ കാഴ്ചകളുണ്ട്, ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇതെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയാണ്. അപ്പോൾ തുടങ്ങല്ലേ? ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ടർ. അപ്പോൾ മണ്ണും മഴയും വയലറിവുകളും തേടിയിറങ്ങിയ ഒരുപറ്റം വിദ്യാർത്ഥികളുടെ വിശേഷങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം കടന്നു ചെല്ലുന്നത്. അതങ്ങ് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ വിദ്യാർത്ഥികളെ തേടിയാണ് ആ യാത്ര. തരിശുപാടം ഏറ്റെടുത്ത് കൃഷി ഇറക്കിയിരിക്കുകയാണ് അവിടെ കുറച്ച് വിദ്യാർത്ഥികൾ. അപ്പോൾ കണ്ണൂരിൽ നിന്നും സജോ ദേവസ് തയ്യാറാക്കിയ ആ സ്പെഷ്യൽ റിപ്പോർട്ടിൽ തുടങ്ങാം നമുക്ക്. കണ്ണൂർ പുല്ലൂപ്പിക്കടവിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ടൂറിസം സാധ്യതകളും വികസന വഴിയിലാണ്. കണ്ണൂർ ടൗണിന് തൊട്ടടുത്ത സ്ഥലമാണ് കേട്ടോ ഈ പുല്ലൂപ്പിക്കടവ്. പക്ഷേ ഇവിടുത്തെ വിശേഷങ്ങളല്ല ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പുല്ലൂപ്പിക്കടവിൽ നിന്ന് കാക്കാത്തുരുത്തിയിലേക്കാണ് നമ്മുടെ യാത്ര. അവിടെ ഒരുപറ്റം കോളേജ് വിദ്യാർത്ഥികളുടെ നെൽകൃഷി വിശേഷങ്ങൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ നാറാത്തെ കാക്കാത്തുരുത്തി വയലിലാണ്. ഇവിടുത്തെ സവിശേഷത കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലെ NSS യൂണിറ്റിൻ്റെ ഭാഗമായ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇവിടുത്തെ കർഷകർ, നാട്ടുകാർ എല്ലാവരും ചേർന്ന് കൃഷി ഇറക്കുകയാണ്. ഈ വയലിൽ ഞാറ് നടുകയാണ്. നൂരി താഴ്ത്തൽ എന്ന് പറയും. മണ്ണും പ്രകൃതിയും ഒക്കെ കുറച്ച് അകന്നു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഒക്കെ കുറച്ച് അകന്നു നിൽക്കുന്ന അപരിചിതമായ അനുഭവങ്ങളായിരിക്കും. ആ അനുഭവങ്ങളെ നേടിയെടുക്കുകയാണ് അവർ. അവരുടെ വിശേഷങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ കാണാം. അപ്പോൾ ഈ പരിപാടിയുടെ സംഘാടകൻ ഡോക്ടർ നിതീഷ് KP എന്നോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക, എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു ആശയത്തിൻ്റെ പിന്നിൽ എന്താണ്? മണ്ണിനെ അറിഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സിനെ അറിയാൻ പറ്റും. നമ്മുടെ NSSൻ്റെ ലക്ഷ്യം അതാണ്. നാം നന്നാവുക, സമൂഹം നന്നാവുക, നമ്മളുടെ സമൂഹത്തെ നന്നാക്കുക എന്നാണ്. ഇന്നലകളിലെ തിരിച്ചുപിടിക്കുക, ഭൂതകാലത്തിൻ്റെ നല്ല ഓർമ്മകളെ തിരിച്ചുപിടിക്കുകയാണ്. നമ്മൾക്ക് എന്തായാലും എത്ര പാടുപെട്ടാലും ഇന്നലത്തെ ആ കാർഷിക സമൃദ്ധിയിലേക്ക് നമുക്ക് കൊണ്ടുവച്ചാൽ എത്താൻ പറ്റില്ല. പക്ഷേ ഓർമ്മകളെങ്കിലും നമുക്ക് ഉണ്ടാവണം. ഓർമ്മകൾ പോയാൽ ഭൂമിയുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്നത് ഒരു തവണയെങ്കിലും അനുഭവമെങ്കിലും ഉണ്ടാവണം. ഒരു തവണയെങ്കിലും അനുഭവം ഉണ്ടാവണം. അനുഭവത്തെ തിരിച്ചുപിടിക്കുക എന്നാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് മറ്റ് വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. മാഷ് അങ്ങോട്ട് പോയാലോ? അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മാഷ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോഴേ കൊള്ളാമെന്ന് തോന്നിയോ? കൊള്ളാമെന്ന് തോന്നി. ആദ്യം ഒരു സംശയം ഉണ്ടായിട്ടുള്ളൂ, ഇത്രയും കുട്ടികൾ വരുമോ എന്നുള്ളത്. പക്ഷേ കുട്ടികളെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. കാരണം എല്ലാവർക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. ഏതായാലും വയലിൽ നിന്നൊക്കെ പിള്ളേർ കരയിലേക്ക് കയറുന്ന സമയം പിള്ളേരൊക്കെ പിടിച്ച് സാർ ഇങ്ങോട്ടല്ലേ ഇറക്കിയത്. അപ്പോൾ പഠിപ്പ് മാത്രമേ പോരാ, അതിൻ്റെ ഒപ്പം ഇതൊക്കെ കൂടെയാണെന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളി, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം ഇവരുടെ ആ ഒരു കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് കഴിക്കുമ്പോൾ മാത്രം ആണ് ചിലപ്പോൾ ഇവർ നമ്മൾ ഓർക്കാറ് പോലും. അതായത് ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളികളാണ്. പക്ഷെ വയലിറങ്ങുന്നവരിൽ ഇപ്പോൾ ഏറ്റവും കുറവ് മലയാളികളാണ്. ഇന്നത്തെ ഒരു പുതിയ തലമുറയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ മണ്ണിൽ പണിയെടുക്കുന്നത് മാനക്കേടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനകത്തേക്ക് ഇത്തരത്തിലൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനൊരു പുതിയ ഒരു അറിവ് തന്നെയാണ്, ഒരു അറിവാണ്, ഒരു ഉത്സവമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ശാന്തേച്ചി നമ്മളോട് സംസാരിക്കും. ശാന്തേച്ചി, ഈ മക്കളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, സാധാരണ ഈ മക്കളെ ഇവിടെ ഒന്നും കാണാറില്ലല്ലോ, നല്ല മണ്ണിനോട് ഇഷ്ടമുള്ള മക്കളാണ്. അവർ നല്ലോണം ചെയ്യുന്നുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത സന്തോഷമാണ്. നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടാണ് നമ്മളെ മാഷിങ്ങനെ കൊണ്ടുവന്നതും നമ്മളിങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ ഒരു പ്രക്രിയ അറിയുക, മണ്ണിനെ അറിയുക, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത സംബന്ധിച്ച ആശയത്തെ ഉൾക്കൊള്ളുക എന്നൊക്കെ പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമ്മുടെ കാഴ്ചകളിലും ദൃശ്യങ്ങളിലും എപ്പോഴും ഉണ്ട്. പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് ഇത് പലപ്പോഴും അകന്നു പോകുന്നുണ്ട്. ഇവരൊക്കെ ചേർന്ന അനുഭവങ്ങൾ നമുക്ക് പകർന്നു തരികയാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഞാനും ഞാറ് നടാനൊന്ന് ഭാഗമാവുകയാണ് കേട്ടോ. സംഭവം സക്സസ്ഫുൾ ആയി കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ്, വയലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാറ് നടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ മണ്ണിനെ അറിയുക, ഭക്ഷ്യ സ്വയം പര്യാപ്തതയെക്കുറിച്ച് മനസ്സിലാക്കുക, ആ ആശയത്തെ ഉൾക്കൊള്ളുക എന്നതൊക്കെ ഈ കാലത്ത് അതിപ്രധാനമാകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. ഈ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. അപ്പോൾ പുല്ലൂപ്പിയിലെ ആ പാടത്ത് നിന്നാണ് നമ്മൾ ആ റിപ്പോർട്ട് കണ്ടത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം, ഇത് ഒരു തവണ മാത്രം ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പാടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സൊന്ന് ഓക്കെ ആവും, അല്ലേ? ഇങ്ങനെ നീണ്ടു കിടക്കുന്ന, വിരിഞ്ഞു കിടക്കുന്ന, വിടർന്ന് കിടക്കുന്ന ഒരു പച്ചപ്പാടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അറിയാതൊരു പോസിറ്റീവ് എനർജി നിറയും. അപ്പോൾ പാടത്തേക്ക് ഇറങ്ങി ഈ രീതിയിലുള്ള വർക്ക് കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജിയുടെ കണക്ക്, അതിൻ്റെ അളവ് അത് വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്കത് അടുത്ത പല നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒന്ന് ഊർജ്ജപ്പെടുത്തിയെടുക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ സജോ നേരത്തെ സാറ് പറഞ്ഞതും അക്കാര്യമാണ്. NSSന്റെ പ്രോഗ്രാം ഓഫീസ് നമ്മൾ കണ്ടു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മനസ്സ് മാറ്റുക, ആ രീതിയിൽ സമൂഹം മാറുക എന്നതൊക്കെയാണ് നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കാര്യമാണ്, ഒരു മാതൃകാപരമായ കാര്യമാണ്. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നല്ല ആശംസകൾ അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. ഫോർട്ട് കൊച്ചി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരിക? ഫോർട്ട് കൊച്ചിക്ക് ഒരുപാട് വ്യത്യസ്ത സംസ്കാരമുണ്ട്. അതിൽ സംഗീതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം തന്നെയുണ്ട് ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം അത്തരത്തിലൊരു യാത്രയാണ്, സംഗീത യാത്രയാണ്. ഇനി നമുക്ക് ഗസൽ ഗായകൻ ഉമ്പായിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൊച്ചിയുടെ സ്വന്തം മെഹബൂബായിയുടെ ഓർമ്മയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്നൊരു കലാസംഘടനയുണ്ട് അവിടെ. അതിന് വിശേഷങ്ങൾ തേടിയാണ് അടുത്ത യാത്ര. ഫോർട്ട് കൊച്ചിയിൽ നിന്നും അനശ്വര കൃഷ്ണദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഹായ്, നമ്മളിപ്പോൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അവിടെ കുറേ പാട്ടും കുറേ അധികം പാട്ട് കഥകളുമായി കുറച്ച് മനുഷ്യർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അറബിക്കടലിനെ മുട്ടിയുരുമിക്കിടക്കുന്ന ഫോർട്ട് കൊച്ചിയുടെ ആത്മാവിന്റെ ഭാഗമാണ് സംഗീതം. ഇവിടുത്തെ സംഗീത സംസ്കാരം തേടിയിറങ്ങിയാൽ ആദ്യം കേൾക്കുന്ന പേര് ഗസൽ ഗായകൻ ഉമ്പായിയുടേതു തന്നെ. മെഹബൂബ് ബായിയുടെ പേര് പരാമർശിക്കാതിരുന്നാൽ ആ സംഗീത ശ്രേണി അപൂർണമാകും. ആ അതുല്യ കലാകാരന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കലാകൂട്ടായ്മയിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. നേരെ എതിർവശത്തുള്ള തവിട്ട് നിറത്തിലുള്ള ആ കെട്ടിടമാണ് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര. സംഗീതം കൊണ്ട് മാത്രം ഐക്യപ്പെടുന്ന കുറച്ച് മനുഷ്യർ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ കൂടുകയും ഒരുമിച്ച് പാട്ടുപാടുകയും ചെയ്യാറുണ്ട്. നിറമിഴി മാത്രം ഞാൻ കണ്ടതില്ല, പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല. 80കളിൽ കേരളത്തിലെ ആദ്യ ഖവാലി ഗ്രൂപ്പായി രാഗ് എന്നൊരു സംഗീത സംഘം രൂപീകരിക്കുന്നു. പ്രശസ്ത ഗായകൻ ഉമ്പായി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നാണ് ഈ ഓർക്കസ്ട്ര രൂപീകരിച്ചത്. 1985 രാഗ് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്നു.
ഫോർട്ട് കൊച്ചിക്കാരനായ ഹുസൈൻ കെയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംഘടനയുടെ പ്രവർത്തനം. എവിടെയാണെങ്കിലും നിന്നടുത്തെത്തുവാൻ ഒരു മുഖിൽ പക്ഷി ഞാൻ. 1980-കളിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമ ഫലമായിട്ട് രൂപം കൊണ്ട ഒരു കലാസംഘടനയാണ്. കേരളത്തിലെ ആദ്യത്തെ ഗസൽ ട്രൂപ്പാണ്. രാഗ് എന്നാണ് അതിന് നാമകരണം ചെയ്തിരുന്നത്. രാഗ് എന്ന് ഉദ്ദേശിക്കുന്ന റേഡിയൻസ് ആർട്സ് ഗ്രൂപ്പ് എന്നാണ് നാമകരണം ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മ്യൂസിക് ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് വിഭിന്നമായിട്ട് ഒരു ട്രൂപ്പിന് ജന്മം നൽകിയതാണ് ഒരു ഗസൽ ട്രൂപ്പ്. അപ്പം അതിൻ്റെ സൃഷ്ടികർത്താവ് ശരിക്കും മുംബൈ സാബാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കലാസംഘടന മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ കലാസംഘടനയാണ്. അതിൽ 38 മെമ്പർമാരുണ്ട്. മെഹബൂബ് മെമ്മോറിയൽ മാത്രമല്ല, കൊച്ചിയുടെ സംഗീത സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന നിരവധി ചെറിയ കലാകൂട്ടായ്മകളും ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇക്ബാൽ ഫൗണ്ടേഷൻ, മെഹഫിൽ ഓർക്കസ്ട്ര, കൊച്ചിൻ മ്യൂസിക് സോൺ എന്നിവ അതിൽ ചിലതാണ്. ചിലർ ഗായകർക്കൊപ്പം പാടുന്നു, മറ്റു ചിലർ പാട്ടിനനുസരിച്ച് താളം പിടിക്കുന്നു. ശരിക്കും സംഗീതം മാത്രം അലയടിച്ച് നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കിട്ടുന്ന വല്ലാത്തൊരു ഊർജമുണ്ട്. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, മഞ്ജു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും 38-ലധികം അംഗങ്ങൾ ചേർന്ന് സംഘടനയെ പിടിച്ചു നിർത്തുന്നു. പുതുതലമുറയിലെ ഗായകരും സംഗീതജ്ഞരും ചേർന്ന് മുന്നോട്ട് നയിക്കുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കുത്തി പോകും. നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊന്നുമില്ല. നമ്മൾ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അത്രയും പരിപാടികളിൽ നമ്മൾ സാമ്പത്തിക ലാഭം നോക്കിയിട്ട് ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആ പ്രോഗ്രാം സമയത്ത് വരുന്ന നമ്മുടെ ചെലവുകൾ അത് മാത്രം നമ്മൾ മീറ്റ് ചെയ്തിട്ടാണ് പോയിരുന്നത്. അയ്യോ കാക്കച്ചി കൊത്തി പോകും, നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. കായലിനരികെ കായലിനരികെ കൊച്ചി കായലിനരികെ കുടികൾ പരത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ, കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ. കായലിനരികെ കൊച്ചി കായലിനരികെ കൊച്ചി കായലിനരികെ. ക്യാമറാമാൻ വിനോദ് മീലിലേക്കൊപ്പം അനശ്വര കേദാസ്, 24. അപ്പോൾ അനുവിൻ്റെ പാട്ട്, അനശ്വരയുടെ പാട്ട് സൂപ്പറായി. നമ്മുടെ ഒരു റാപ്പ് സിംഗർ കൂടിയാണ് നമ്മുടെ അനശ്വര. നമ്മുടെ എന്താ പറയുക, ഫ്ലവേഴ്സിൻ്റെ ഫാമിലിയിൽ നിന്നും അനശ്വരയുടേതായിട്ടുള്ളൊരു ഗാനം നേരത്തെ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ വനിത ഇറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോഴും ആ പഴയ ഗസലിൻ്റെയൊക്കെ ആ ഈശലുകൾ അതിപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ച് പേരെയാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ കണ്ടത്. ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകൾ അയക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ. അതിലേക്ക് ഞാൻ വരാം. നേരെ തൃശ്ശൂരിലേക്കൊന്ന് പോയിട്ട് വരാം. അവിടെ ഒരു സ്പെഷ്യൽ ഇടമുണ്ട്. തൃശ്ശൂർ നഗരത്തോട് ചേർന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ് പൂമല. പേര് പോലെ മനോഹരമായ പൂമലയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. തൃശ്ശൂർ വടക്കാഞ്ചേരി പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ഇടയ്ക്കൊന്ന് സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു വിട്ടാൽ പൂമലയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പോവുക, എന്താണ് ഇവിടുത്തെ പ്രത്യേകത, നമുക്ക് നോക്കാം. സുരസജിയും സംഘവും ഇപ്പോൾ പൂമലയിലുണ്ട്. തൃശ്ശൂർ നഗരഹൃദയത്തിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര, പൂമലയിലേക്ക്. ആ ഗ്രാമഭംഗിയും കോടമഞ്ഞിന്റെ വിശേഷങ്ങളുമാണ് ഇന്ന് പ്രേക്ഷകർക്ക്. പേര് പോലെ തന്നെ മനോഹരമായ ഇടം.
ആകാശത്തെ മുത്തമിട്ട് കോടമഞ്ഞിങ്ങനെ പെയ്തിറങ്ങുകയാണ്. ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കുളിരണിയിക്കുകയാണ് പൂമല. പൂമല ഒട്ടേറെ കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്കാണ്. പൂമലയുടെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞു വരുന്നവരെ വരവേൽക്കാൻ ഒരു ഗ്രാമമാകെ തന്നെയുണ്ട്. പ്രദേശവാസികൾ നടത്തുന്ന ചെറിയ ചെറിയ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ഇവിടെ സജീവമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂമല പള്ളിക്ക് മുന്നിലാണ്. പ്രധാന പാതയിൽ നിന്ന് സഞ്ചരിച്ച് നമ്മൾ ആദ്യം എത്തുക ഈ പൂമല പള്ളിക്ക് മുന്നിലാണ്. ഇവിടുത്തെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് പൂമല പള്ളി തന്നെയാണ്. അതോടൊപ്പം ചെറിയ മലനിരകളും തടാകങ്ങളും ചെറിയ ഡാമും ഒക്കെയായി ഇനിയും കാണാനുണ്ട് ഒട്ടേറെ കാഴ്ചകൾ. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ഉയർന്ന പൊക്കം കൂടിയ പ്രദേശമാണ്. ഈ അടുത്ത ഒരു 5-6 വർഷമായിട്ട് ടൂറിസത്തിൽ ഏറ്റവും ധാരാളം ആളുകൾ വന്നു പോകുന്നുണ്ട്. പൂമല എന്ന് പറയുന്നതിൻ്റെ ചരിത്രം ഒരു കുടിയേറ്റ ഭൂമിയാണ്. എല്ലാ സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. പിന്നെ ടൂറിസത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഉള്ളൊരു പ്രദേശം. റിസോർട്ടുകളും അതിനെ കേന്ദ്രീകരിച്ച് നമ്മുടെ പൂമല ഡാം, മിനിയൂട്ടി പോലെയുള്ള പ്രദേശം. മിനിയൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സൂര്യാസ്തമയം വരെ കാണാം. അറബിക്കടൽ കറക്റ്റ് തെളിഞ്ഞു കാണാവുന്ന ഒരു സ്ഥലമാണ് മിനിയൂട്ടി. ഒരുപാട് വിശ്വാസങ്ങളും പൂമലയോട് ചേർന്ന് കിടപ്പുണ്ട്. മുനിമാർ തപസ്സിരുന്ന മുനിയറ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇക്കാണുന്ന ചെപ്പാറ എന്നാണ് വിശ്വാസം. അപ്പോൾ 6-7 കൊല്ലമായുള്ള ടൂറിസമായിട്ട്. അതിനു മുമ്പ് ആൾക്കാരൊക്കെ ഇവിടെ മുത്രാളിക്കാവ് വെടിക്കെട്ട് കാണാനൊക്കെ ആൾക്കാർ വരും. മച്ചാട് പൂരം കാണാൻ ഇതിന് മുകളിൽ നിന്നാണ് കാണാൻ സുഖമായിട്ട്. അപ്പോൾ സഞ്ചാരികളെ അങ്ങനെ പൂമല ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ല കോടമഞ്ഞൊക്കെ ഏറ്റ് കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവർ നേരെ പൂമലയ്ക്ക് വണ്ടി പിടിച്ചു. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. മേലെ പൂമല താഴെ തേനല കാറ്റേവാ. അപ്പോൾ അങ്ങനെ പൂമലയുടെ വിശേഷങ്ങൾ കണ്ടു. അങ്ങനെ എന്താ പറയുക, അവിടെ ഇപ്പോഴും ആ രീതിയിൽ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് കണ്ടു. അപ്പോൾ നേരെ വിട്ട വണ്ടി പൂമലയിലേക്ക്. സൂരജ് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും കഴിയും. ഇനി അടുത്ത റിപ്പോർട്ടിലേക്കാണ്. മെട്രോ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം വിട്ടുനിന്ന് വൈകുന്നേരങ്ങളിൽ പ്രകൃതി ഭംഗിയോടെ ചായയും ഭക്ഷണവും ഒക്കെ കഴിച്ചിരിക്കാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നതാണ്, അങ്ങനെ ഒരു സ്പോട്ട് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സ്പോട്ടിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വേറെ എവിടെ ഉണ്ട് അത്തരം സ്പോട്ട്? പ്രത്യേകിച്ചും കൊച്ചിയിലേക്ക് ഒരുപാട് പേർ അങ്ങനെ ചോദിക്കാറുണ്ട്. അത്തരക്കാർക്ക് വേണ്ടി ഒരു പുതിയ ഇടത്തെ പരിചയപ്പെടുത്തുകയാണ്. പലർക്കും അറിയാവുന്ന ഇടം തന്നെയായിരിക്കും. ഇത് ആലുവയിലാണ്. നാടൻ പിടിയും കോഴിയും, പിടിയും ബീഫും പിന്നെ കപ്പ ബിരിയാണിയും ഒക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് ആണെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഈ സ്പോട്ടിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. കൃത്യമായി എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു നിതിൻ അംബുജൻ. പിടിയും കോഴിയും. താനോട് പോയിട്ടുണ്ടോ? ഇല്ല, ഞാനിവിടെ പോയിട്ടില്ല. ഇവിടെ ആലുവ മുട്ടം ചവറുവാർത്ത ഈ സ്ഥലം.
പിടിയും കോഴിയാണ് അവിടെ. പിടിയും കോഴിയും പിന്നെ പിടിയും ബീഫും അങ്ങനെ ഒരുപാട് അത്യാവശ്യം കുറച്ച് നല്ല ഐറ്റം ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയ ഒരു സ്ഥലമായത്. അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ പോകണം. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് കിട്ടാലോ. ഒരു രക്ഷയില്ലാത്ത വൈബാണ് നമുക്ക് കണ്ടു തോന്നുന്നത് അല്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് കുടിക്കാം. അപ്പോൾ ഇതാണ് മുട്ടം ചവറുപാടത്തെ പ്രേമട്ടിൻ്റെ ജഗ്ഗീസ് ഫുഡ്. പലവിധ ഐറ്റങ്ങളൊന്നുമില്ല, ചുരുക്കം ചില ഐറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ഒന്നൊന്നര ഐറ്റമാണ്. എന്തായാലും വിശേഷങ്ങൾ നമുക്ക് പ്രേമട്ടിനോട് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പ്രേമട്ട നമ്മുടെ ഇവിടുത്തെ ഐറ്റം? പിടി ബീഫ്, പിടി കോഴി, റാവുത്തർ ബിരിയാണി, കപ്പ ബിരിയാണി, ചിക്കൻ 65, പിന്നെ ദോശ ഐറ്റംസാണ്. എഗ് ദോശ, ബീഫ് ദോശ, ഓണിയൻ ദോശ, എഗ്ഗ് കലക്കി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അതിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്നത് പിടി കോഴി, പിടി ബീഫാണ്. ഇത് ഈ ഏരിയയിൽ എവിടെയും അത് കിട്ടാനില്ല, ഞങ്ങളിൽ മാത്രമേ ഉള്ളത്. അതുതന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതാണ് കുതന്ത്രം. ഇതെന്താ ഈ കുതന്ത്രം? അതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കുറേ കാണുന്നുണ്ടല്ലോ, ഫുഡൊക്കെ പലതും വേസ്റ്റായിട്ട് പിന്നീട് അത് യൂസ് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കുതന്ത്രം കൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായാജാലങ്ങളൊന്നും ഇല്ല, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നുമില്ല. അതാണ് കോൺസെപ്റ്റ്. കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഫുഡ് ഇവിടെ മേക്ക് ചെയ്യുന്നത്. ഈ മേക്ക് ചെയ്യുന്ന ഫുഡ് അന്നന്ന് വിറ്റ് പോകുന്നുണ്ട്. വിറ്റ് പോവാത്തത് നമ്മൾ ഈ ഫാമിലീൻ്റെ ഉള്ളിൽ കഴിച്ചു പോവുക, അല്ലെങ്കിൽ ഈ ചെറിയ ഓഫനേജിലൊക്കെ കൊടുത്തേക്കുക. അത് അത്യാവശ്യം ഇന്നേ വരെ ഈ 4 മാസമായി തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു സംഭവം നടന്നിട്ടില്ല. വരുന്ന 1-2 ബാലൻസ് അത് നമ്മൾ കഴിച്ചു പോവുകയും ചെയ്യും. അതാണ് ഈ കുതന്ത്രത്തിൻ്റെ അർത്ഥം. മന്ത്രതന്ത്രം ഒന്നുമില്ല, മായം ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അതാണ് ഈ കോൺസെപ്റ്റ്. അതെ, ഹോംലി ഫുഡ്. അപ്പോൾ നമ്മളെപ്പോഴാണ് ഈ പരിപാടി തുടങ്ങിയത്? ഇത് ആക്ച്വലി ഒരു 4 മാസം മുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തതാണ്. ചെയ്ത് തൊട്ട് ഇപ്പോൾ വരെ നല്ല ഹൈപ്പിൽ തന്നെയാണ് നമ്മളെ എല്ലാ കസ്റ്റമേഴ്സും സ്വീകരിച്ച് പോകുന്നത്. അതിന് മെയിൻ കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ 90 രൂപയുടെ താഴെയാണ് ഈ മീറ്റിൻ്റെ വിലയൊക്കെ ബ്രോനൊക്കെ അറിയാലോ. ഈ മീറ്റിൻ്റെ വിലയിൽ പോലും നമ്മൾ 90 രൂപയുടെ താഴെയാണ് എല്ലാ ഫുഡും ഇവിടെ മേക്ക് ചെയ്യുന്നത്. അത്യാവശ്യം കോളേജ് പിള്ളേരാണെങ്കിലും അല്ല ഒരു പണിക്ക് പോയിട്ട് വരുന്നവർക്കാണെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പിടി കോഴിയാണെങ്കിൽ 70 രൂപയേ ഉള്ളൂ. പിടി ബീഫ്, പിടി പ്ലസ് ബീഫിന് 80 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അടിപൊളിയാണ്. ബീഫ് നല്ല ഫ്ലേവറാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു മസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എല്ലാവരും പറഞ്ഞ കേട്ട് ഞാൻ വന്നതാണ്. കപ്പ ബിരിയാണി സൂപ്പറാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങളിവിടെ വന്നത്. ഒരു രക്ഷയില്ല. ഇത് ബീഫ് ദോശയാണ്, അടിമുടി വെറൈറ്റിയാണ് ജഗ്ഗീസ് ഫുഡിൽ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നേരെ ഈ വെറൈറ്റി ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, മുട്ടം ചവറുപാടത്തെ ജഗ്ഗീസ് ഫുഡിലേക്ക്. ക്യാമറാമാൻ VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24.
അപ്പോൾ അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ഡിഷാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് കൊതിപ്പിക്കലെന്നൊക്കെ. അതാ ലിജി അജിത്ത് പറയുന്നു നിതിൻ നാട്ടിലെത്തിയോ? ഡൽഹിയിൽ നിന്ന് നിതിൻ നാട്ടിലെത്തിയിട്ടുണ്ട്, ഇനി കൊച്ചിയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തുടരുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇനി പോകാനും ഒക്കെ കാണാനും ഒക്കെ ഇഷ്ടമുള്ള ഇടങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യും പുതിയ കാഴ്ചകൾ തേടി. അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടർ ഇന്നും അവസാനിക്കുകയാണ്. നാളെ ഒരുപാട് പുതിയ ഇടങ്ങളും ഒപ്പം വിഭവങ്ങളും പരിചയപ്പെടുത്തും. അതുവരെ ബൈ. ഇനി പോലീസ് ജാരി കാണാം. നമ്മുടെ ആൻ മരിയ റെഡിയായിട്ടുണ്ട്.